എല്ലാവർക്കും നമസ്കാരം. ദശാകാല വഴിപാടുകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കേതുദശയാണെങ്കിൽ കേതുഗ്രഹ സ്തോത്രം ദിവസേന ജപിക്കണം. ആഴ്ച തോറും അല്ലെങ്കിൽ പക്കനാളിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ഗണപതി ഹോമം കഴിപ്പിക്കണം. ചാമുണ്ടേശ്വരിക്ക് കടുംപായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കഴിപ്പിക്കണം. ശുക്രദശയാണെങ്കിൽ ശുക്രഗ്രഹ സ്തോത്രം ദിവസേന ജപിക്കണം. മഹാലക്ഷ്മിക്ക് പൽപ്പം ഇട്ട് പായസം കഴിപ്പിക്കണം. ദേവിക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കടുംപായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കഴിപ്പിക്കണം. ശുക്രഗ്രഹ പൂജ ചെയ്യണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ഹോമം ചെയ്യണം. സൂര്യദശയാണെങ്കിൽ സൂര്യഗ്രഹ സ്തോത്രം ജപിക്കണം. ശിവൻ്റെ അടുത്ത് പിൻവിളക്ക്, ധാര, കൂവളപത്ര പുഷ്പാഞ്ജലി, വെള്ളനിവേദ്യം എന്നിവ തിങ്കളാഴ്ച ദിവസങ്ങളിൽ കഴിപ്പിക്കണം. തിങ്കളാഴ്ച തോറും 21 എണ്ണം അടങ്ങിയ കൂവളമാല സമർപ്പിക്കണം. ചന്ദ്രദശയാണെങ്കിൽ ചന്ദ്രഗ്രഹ സ്തോത്രം ജപിക്കണം. പശുക്കൾക്ക് പച്ചരി കൊടുക്കണം. ദുർഗാദേവിക്ക് കടുംപായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കഴിപ്പിക്കണം. പൗർണമി വ്രതം അനുഷ്ഠിക്കണം. ചൊവ്വാദശയിൽ ചൊവ്വാഗ്രഹ സ്തോത്രം ജപിക്കണം. മുരുകന് പഞ്ചാമൃത നിവേദ്യം, പാനക നിവേദ്യം, പഞ്ചാമൃതാഭിഷേകം എന്നിവ ചെയ്യണം. ഭദ്രകാളിക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കടുംപായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കഴിപ്പിക്കണം. ഭദ്രകാളിക്ക് 3 ദിവസം അടുപ്പിച്ച് ചെമ്പരത്തിമാല കൊടുത്താൽ ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കും. രാഹുർദശയാണെങ്കിൽ രാഹുഗ്രഹ പൂജ ചെയ്യണം. ആയില്യം തോറും സർപ്പങ്ങൾക്ക് ആയില്യം പൂജ, പാലുനൂറും പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള സർപ്പപൂജകൾ ചെയ്യണം. പിന്നെ ദുർഗാദേവിക്ക് മുന്നിൽ രാഹുകാലത്ത് നാരങ്ങ വിളക്ക് കത്തിക്കണം. വ്യാഴദശയാണെങ്കിൽ വ്യാഴഗ്രഹ സ്തോത്രം ജപിക്കണം. ദക്ഷിണാമൂർത്തിക്ക് വഴിപാട് കഴിപ്പിക്കണം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന് പാൽപ്പായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കഴിപ്പിക്കണം. പിന്നെ ശനിദശയാണെങ്കിൽ ശനീശ്വര സ്തോത്രം ജപിക്കണം. ശനീശ്വരന് ശനിയാഴ്ച ദിവസങ്ങളിൽ വഴിപാടുകൾ ചെയ്യണം. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം കത്തിക്കണം.